നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം മെഡിക്കൽ കോളേജിൽ പഴയ കെട്ടിടം തകർന്നു വീണ് തലയോലപ്പറമ്പിലെ ബിന്ദു എന്ന വീട്ടമ്മ മരിച്ച സംഭവത്തിൽ പ്രതിരോധത്തിലായ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് പിന്തുണയുമായി മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ രംഗത്ത് വരികയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ വലിയ വിമർശനമാണ് നാലുപാടിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയാണ് ഇത്തരത്തിലൊരു വീട്ടമ്മയുടെ ജീവൻ എടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ള വിമർശനമാണ് ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് പൂർണ്ണ പിന്തുണയുമായി പി ദിവ്യ രംഗത്ത് വരുന്നത്. അധികാരത്തിലിരിക്കുന്നത് ഒരു പെണ്ണാവുമ്പോൾ ഉശിരി കൂടും ചിലർക്ക്. കൂടെയുള്ള ഒന്നിനെ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ കൂടെ നിൽക്കുക എന്നത് ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെയും കടമയാണെന്നാണ് പി ദിവ്യ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ബിന്ദുവിന്റെ മരണം പ്രതിപക്ഷം ആഘോഷിക്കുകയാണെന്നും പി ദിവ്യ കുറ്റപ്പെടുത്തി. വലതുപക്ഷ മാധ്യമങ്ങൾക്ക് കിട്ടിയ ഒരു ഇര മാത്രമാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി. ഇടതു ഭരണത്തിന്റെ തുടർച്ചയിൽ അധികാരത്തിന്റെ ചെങ്കോൽ ഇനിയും കിട്ടുമോ എന്ന ആശങ്കയിലാണ് പ്രതിപക്ഷ പാർട്ടികൾ കോപ്രായ സമരങ്ങൾ നടത്തുന്നത്. ഇത് ജനങ്ങൾ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു. ചാണ്ടി ഉമ്മന്റെ അഭിനയത്തിന് ഓസ്കാറെങ്കിലും കൊടുക്കേണ്ടതാണ്. കെട്ടിടം തകർന്നു വീണ സ്ഥലത്ത് നിന്ന് നടത്തിയ ചാണ്ടി ഷോ നിർത്തിവെച്ച് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കരുതായിരുന്നോ എന്നും ദിവ്യ ചോദിച്ചു. യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്ത മുണ്ടക്കയിലെ 30 വീടുകൾക്ക് വേണ്ടിയുള്ള കോടികൾ മുക്കിയതിനെക്കുറിച്ചും ആരും ചോദിക്കരുതെന്നും പി ദിവ്യ പരിഹസിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം വീണ് തകർന്ന ബിന്ദുവിന്റെ ദുരന്തം അത്യന്തം വേദനാജനകമാണ്. അവരുടെ കുടുംബത്തിന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും പി ദിവ്യ പറഞ്ഞു. മന്ത്രി വീണ ജോർജിനൊപ്പം ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് പി ദിവ്യ ഫേസ്ബുക്കിലൂടെ കുറിപ്പിട്ടിട്ടാണ് രംഗത്ത് വന്നത്. അറിഞ്ഞിരിക്കുന്ന വരികൾ ഇപ്രകാരമാണ്: മരണം ആഘോഷിക്കുന്ന പ്രതിപക്ഷത്തോട്. ഡോഗ്സ് വിൽ ബാർക്ക് ബട്ട് ദി എലിഫന്റ് കീപ്സ് വാക്കിംഗ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച ദുരന്തം അത്യന്തം വേദനാജനകമാണ്. ബിന്ദുവിന്റെയും കുടുംബത്തിന്റെയും സംരക്ഷണം സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. വലത് മാധ്യമങ്ങൾക്ക് റേറ്റിംഗിനുള്ള ഒരു ഇര മാത്രമാണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്. ഇടതു ഭരണത്തിന്റെ തുടർച്ചയിൽ അധികാരം ചെങ്കോൽ ഇനിയും കിട്ടില്ലെന്ന തിരിച്ചറിവിൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന കോപ്രായങ്ങൾ ജനം പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞു. ചാണ്ടി ഉമ്മന്റെ അഭിനയത്തിന് ഓസ്കാർ എങ്കിലും കൊടുക്കേണ്ടതാണ്. കെട്ടിടം തകർന്നു വീണു എന്ന് കേട്ടപാടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയ ചാണ്ടി ഷോ അല്പം സമയം നിർത്തിവെച്ച് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് അങ്ങേക്ക് നേതൃത്വം കൊടുക്കാൻ പാടില്ലായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച മുണ്ടക്കയത്തെ 30 വീടിന് വേണ്ടി പിരിച്ചെടുത്ത മുക്കിയ കോടികളെക്കുറിച്ച് ഇനി ആരും ചോദിക്കുകയും ചെയ്യരുത്. അധികാരത്തിലിരിക്കുന്നത് ഒരു പെണ്ണാവുമ്പോൾ ഉശിരി കൂടും ചിലർക്ക്. കൂടെയുള്ള ഒന്നിനെ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ കൂടെ നിൽക്കുക ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെയും ചുമതലയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. എന്നാൽ പോസ്റ്റിന് താഴെ മുഴുവൻ വിമർശന കമന്റുകളാണ് ഉയരുന്നത്. ചില കമന്റുകൾ വായിക്കാം. നിങ്ങൾ കുരച്ചിട്ടാണ് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്. 2 ദുരന്തങ്ങൾ ഒറ്റ ഫ്രെയിമിൽ. നവീൻ ബാബുവിന് ഒരു കുടുംബമുണ്ടായിരുന്നു ചേച്ചി. അതുപോലെ തന്നെ ചാണ്ടി ഉമ്മന്റെ ഇടപെടലാണ് തകർന്നു വീണ കെട്ടിടത്തിന്റെ അടിയിൽ ഒരു യുവതി ഉണ്ടെന്ന് അറിഞ്ഞത്. അല്ലാതെ വീണ ജോർജിന്റെ വാക്ക് കേട്ടാണ് ഇരുന്നതെങ്കിൽ ആ യുവതിയുടെ മൃതദേഹം പോലും കിട്ടില്ലായിരുന്നു. പിന്നെ സഖാത്തി പറഞ്ഞത് ഏതോ ഫണ്ട് പിരിച്ചിട്ട് വീട് വെച്ച് നൽകിയില്ലെന്ന് ഓർമ്മയുണ്ടാകുമോ? സഖാവ് തിരുവനന്തപുരത്ത് EK നായനാരുടെ പേരിൽ ചാരിറ്റി സെന്റർ തുടങ്ങാൻ വേണ്ടി കോടികൾ പിരിച്ചത്. എന്നിട്ട് ഇപ്പോഴും വാടക കെട്ടിടത്തിൽ എന്നാണ് എൻ്റെ അറിവ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഉള്ളൂർ മേഖലകളിൽ മറ്റ് ഒട്ടനവധി സ്ഥാപനങ്ങൾ 1 രൂപ പോലും വാങ്ങാതെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവരുണ്ട്. നിങ്ങളുടെ നായനാർ സ്ഥാപനത്തിലാണെങ്കിൽ 5 വർഷങ്ങൾക്ക് മുൻപേ അവിടെ താമസിക്കുന്നതിന് വേണ്ടി 250 രൂപ വാടകയായി മറ്റും കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ കാട്ടിക്കൂട്ട് കൊണ്ടിരിക്കുന്നത് എല്ലാം നല്ലതെന്ന് മറ്റു പാർട്ടിക്കാർ ചെയ്താൽ മോശമായി ചിത്രീകരിക്കുന്ന നിങ്ങളുടെ ഈ ദുഷിച്ച മനസ്സുണ്ടല്ലോ, അതാണ് കേരളം കുറെ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. മരണത്തിന്റെ കാര്യം പറയാൻ മാഡത്തിന് നാണമില്ലേ? ഒരു പാവ മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ട നിങ്ങൾക്ക് ഇത് പറയാൻ എന്ത് അവകാശം എന്നുള്ള കമന്റുകളൊക്കെ തന്നെയാണ് പോസ്റ്റിന് താഴെ ആളുകൾ ഇടുന്നത്. അതിനിടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് മരിച്ച തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ വീട്ടിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് രാവിലെ സന്ദർശനം നടത്തിയിരുന്നു. കുടുംബാംഗങ്ങളെ മന്ത്രി ആശ്വസിപ്പിച്ചു. സർക്കാർ ഒപ്പമുണ്ടാകുമെന്നും അറിയിച്ചു. മകന് പഠനത്തിനനുസരിച്ച് ജോലി നൽകാമെന്നും കുടുംബം അഭ്യർത്ഥിച്ചു. പരിഗണിക്കാമെന്നും മന്ത്രി ഉറപ്പ് നൽകി. സർക്കാർ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്നും ധനസഹായത്തിന്റെ കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കെട്ടിടം തകർന്നത് സംബന്ധിച്ച് 2 അന്വേഷണമാണ് നടക്കുന്നതെന്നും കലക്ടർ പറഞ്ഞു. ധനസഹായം സംബന്ധിച്ച് റിപ്പോർട്ട് തിങ്കളാഴ്ച കൈമാറും. അപകടത്തെ സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്തി ഒരു അന്വേഷണം കൂടി നടത്തും. കെട്ടിടത്തിന്റെ രേഖകൾ പഞ്ചായത്തിൽ നിന്ന് ശേഖരിക്കണം. അതെല്ലാം ഉൾപ്പെടുത്തിയ ബൃഹത്തായ റിപ്പോർട്ട് നൽകും. ഒരാഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കുമെന്നും കലക്ടർ പറഞ്ഞു. ചികിത്സയിലുള്ള മകൾക്ക് കൂട്ടിരിക്കാനെത്തിയ
എത്തിയപ്പോഴാണ് ബിന്ദു കെട്ടിടം തകർന്ന് വീണ് മരിച്ചത്. 5 പേർക്ക് പരിക്കേറ്റിരുന്നു. സുരക്ഷിതമല്ലെന്ന് 12 വർഷം മുമ്പ് പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ട് നൽകിയ കെട്ടിടത്തിൽ സർജിക്കൽ ബ്ലോക്ക് അടക്കം പ്രവർത്തിച്ചിരുന്നു. ആരോഗ്യമന്ത്രി വന്ന് തള്ളിയിട്ടതുകൊണ്ടല്ല കെട്ടിടം തകർന്നതെന്നായിരുന്നു ഇന്നലെ മന്ത്രി VN വാസവന്റെ പ്രതികരണം. ആരോഗ്യമന്ത്രിയുടെ രാജി വാങ്ങിയിട്ട് വേണം മുഖ്യമന്ത്രി വിദേശ ചികിത്സയ്ക്ക് പോകാനെന്ന പ്രതിപക്ഷത്തിന്റെ പറച്ചിൽ ശരിയല്ല. ഒരു പ്രശ്നമുണ്ടായാൽ മന്ത്രിയുടെ രാജിയാണോ പോംവഴിയെന്ന് വാസവൻ ചോദിച്ചു.